യെസ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ മക്കളെ. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. നോക്കിയിരുന്നോളൂ, ഇങ്ങനെയാണ് ചെയ്യുക. നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ, നേരെ നോക്കിയിരുന്നോളൂ. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു ടോയ് ആണത്. ഇതിൽ രണ്ട് ഷേപ്പാണുള്ളത്. ഏതൊക്കെയാണ് രണ്ട് ഷേപ്പ്? ഒരു ഹെമിസ്ഫിയറും ഉണ്ട്, ഒരു കോണും ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? ഒരു ഹെമിസ്ഫിയറും ഉണ്ട്, ഒരു കോണും ഉണ്ട്. സോ നേരെ ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ടോട്ടൽ 17 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് എത്രയാണ്? 3. റേഡിയസ് എത്രയാണ്? 3. ഇവിടെ റേഡിയസ് 3 ആണെങ്കിൽ ഈ താഴെ റേഡിയസ് എന്തെന്നെയാണ്? 3. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കോണിന്റെ ഹൈറ്റ്, ഈ മുകളിലത്തെ സുനാപ്പിനെ പറയുന്ന പേരാണ് കോണ്. ഈ കോണിന്റെ ഹൈറ്റ് ഈ ടോട്ടൽ 17 ഇതാ ഈ 3 കൊണ്ട് മൈനസ് ചെയ്താ പോരെ. 17 3 മൈനസ് ചെയ്താ എത്രയാണ്? പറടാ, 14. സിമ്പിൾ ആണ്. ഇതാണ് SSLC പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കൂട്ടലും കുറക്കലും അറിയോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ടോട്ടൽ 17. ഈ താഴെ ഒരു 3 കിടക്കുന്നുണ്ട്. ആ 17 3 മൈനസ് ചെയ്ത മറ്റേത് എത്രയാണ്? 14. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഇക്വേഷൻ പഠിക്കൽ നിർബന്ധമാണ്, ഫർളാണ്. ഈ താഴത്തതിന്റെ വോളിയവും കാണണം, മുകളിലത്തതിന്റെ വോളിയവും കാണണം. രണ്ട് വോളിയങ്ങൾ ആഡ് ചെയ്യാണ് വേണ്ടത്. മനസ്സിലായോ? സോ താഴത്തത് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഹെമിസ്ഫിയർ. എന്താണ് വോളിയം ഓഫ് ഹെമിസ്ഫിയറിന്റെ ഇക്വേഷൻ? വോളിയം ഓഫ് ഹെമിസ്ഫിയറിന്റെ ഇക്വേഷൻ എന്താണ്? ഇതാ ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക. 2 പറടാ, ഇക്വേഷൻ പറയാ മക്കളെ. 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്. ഇക്വേഷൻ പഠിച്ചോ. 2/3 ഇൻറ്റു പൈ ആർ ക്യൂബ്. എന്താണ് ഇക്വേഷൻ? 2/3 ഇൻറ്റു പൈ ആർ ക്യൂബ്. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്. ആർ എത്ര? 3. അത് 3 പ്രാവശ്യം എഴുതണം. 3 ഇൻറ്റു 3. ആരെയാണ് തല്ലിക്കൊല്ലാൻ പറ്റുക? ഇവിടെ ഒരാളെ തല്ലിക്കൊല്ലാൻ പറ്റും. 3. ബാക്കിയുള്ളത് മൊത്തം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3 9. ഇതാണോ? 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 2 18 പൈ എന്ന ആൻസർ കിട്ടും. സിമ്പിൾ ആണോ? സെന്റിമീറ്റർ ക്യൂബ് ആണ്. വോളി ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ്. മക്കളെ, ഇത് സിമ്പിൾ ആണോ? ഇത് സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? ആണോ? ഇല്ല. 3 ഇൻറ്റു 3. ഒരു 3 ഈ 3 കട്ട് ചെയ്ത് പോയില്ല. ഈ 3യും ഈ താഴത്തെ 3യും ആണ് കട്ട് ചെയ്ത് പോയത്. 3 ഇൻറ്റു 3 ഞങ്ങളുടെ നാട്ടില് 9. 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 18. സിമ്പിൾ ബട്ട് പവർഫുൾ. മനസ്സിലായോ? അടുത്തത് വോളിയം ഓഫ് ഹെമിസ്ഫിയർ കണ്ടു. വോളിയം ഓഫ് മുകളിലത്തെ സാധനത്തിന് എന്താ പറയുക? കോൺ. വോളിയം ഓഫ് കോൺ. എന്താണ് വോളിയം ഓഫ് കോൺ കാണാനുള്ള ഇക്വേഷൻ? ഓർമ്മ ഉണ്ടോ? പഠിക്കണം. വോളിയം ഓഫ് കോൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. പഠിക്കണം. എന്താണ് ഇക്വേഷൻ? 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. എഴുതിക്കോളൂ. ഈക്വൽ ടു 2 വരട്ടെ, അതിന്റെ പേരാണ് ഈക്വൽ ടു. സിമ്പിൾ. 1/3 റെഡി അല്ലേ? പൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ എത്ര പ്രാവശ്യം എഴുതണം? 2 പ്രാവശ്യം എഴുതണം. എച്ച് എത്രയാണ്? പറടാ. 14 അല്ലെ? H 14. കട്ട് ചെയ്യാം. ഇതിലും കട്ട് ചെയ്യാൻ ഒരാളുണ്ട്. ആരെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്? 3. സോ 14 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആയി. 14 ഇൻറ്റു 3 എത്രയാണ്? വേഗം മൾട്ടിപ്ലൈ ചെയ്ത് വേഗം പറയൂ. 14 ഇൻറ്റു 3 42. 42 പൈ. സോ നമ്മൾ വോളിയം ഓഫ് ഹെമിസ്ഫിയറും കണ്ടു, വോളിയം ഓഫ് കോണും കണ്ടു. ടോട്ടൽ വോളിയം എങ്ങനെ കാണുക? ടോട്ടൽ വോളിയം എങ്ങനെ കാണുക? രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ടോട്ടൽ വോളിയം കാണാൻ ഈ താഴത്തുള്ള ഹെമിസ്ഫിയറിന്റെ വോളിയവും മുകളിലുള്ള
കോണിന്റെ വോളിയം കൂടി ആഡ് ചെയ്യണം. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോളിയം എത്രയാണ്? രണ്ടും കൂടി ആഡ് ചെയ്താല് 60 സെന്റിമീറ്റർ ക്യൂബ്. സെറ്റ് അല്ലേ? ഈസി അല്ലേ? ഓക്കെ അല്ലേ?